ഹായ് ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ 2025ലെയും നമ്മുടെ കുംഭഭരണി കാത്തിരുന്ന് കുംഭഭരണി കഴിഞ്ഞിരിക്കുന്നു. അപ്പം എൻ്റെ കുംഭഭരണി എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. രാവിലെ ഞങ്ങൾ 3 പേരും, അതായത് ഞങ്ങൾ കസിൻസും എൻ്റെ ബ്രദറും എല്ലാം ആയിട്ട് ഞങ്ങൾ രാവിലെ കുത്തിയോട്ട വഴിപാട് കാണാനായി ഇറങ്ങി. രാവിലെ തന്നെ ചെട്ടുളങ്ങര അമ്മയുടെ വഴിപാടായിട്ട്, അല്ലെങ്കിൽ തുടങ്ങുന്നത് തന്നെ കുത്തിയോട്ട വഴിപാടിൽ നിന്നാണ്. അങ്ങനെ ഞങ്ങൾ വഴിയിൽ നിന്ന് കുത്തിയോട്ടവും കാര്യങ്ങളും വഴിപാടുകളും കണ്ട് അമ്പലത്തിലേക്ക് നടന്ന് നീങ്ങിയായിരുന്നു. അപ്പം അവിടെ എത്തി. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ചെല്ലുന്ന സമയത്ത്. എന്നാൽ പതുക്കെ തിരക്കുകൾ കൂടുന്നതും എടുക്കുന്നതും എല്ലാം ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ വഴിയോര കടകളും എല്ലാം കണ്ട് ഞങ്ങൾ അമ്മയുടെ സന്നിധിയിലേക്ക് എത്തുകയായിരുന്നു. അപ്പോൾ വളരെ മനോഹരമായിട്ടായിരുന്നു അമ്മയുടെ ആ ഒരു ഇത് എല്ലാം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. വളരെ മനോഹരം, പൂക്കളാൽ വളരെ വളരെ മനോഹരമായിട്ട് അവിടമെല്ലാം തന്നെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ അറിയാം അധികം ആൾക്കാരില്ല, നമുക്ക് അത്യാവശ്യം നടന്ന് നീങ്ങാനായിട്ട് പറ്റുന്നുണ്ടെന്ന്. അപ്പം ഞങ്ങൾ അവിടെ പകുതി അങ്ങോട്ട് കുറച്ച് എത്തുമ്പോഴത്തേക്ക് തിരക്കുകൾ കൂടി വന്നുകൊണ്ട് തന്നെ ഇരിക്കുക. അമ്മയെ കാണാനുള്ളവർ ക്യൂ ആയിട്ടും എല്ലാം നിന്ന് തൊഴുന്നുണ്ടായിരുന്നു. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ അവിടെ വെളിയിൽ നിന്ന് തൊഴുത്, എന്നിട്ട് രാത്രി ആവുമ്പോഴത്തേക്ക് വന്നിട്ട് അമ്മയെ നന്നായിട്ട് കയറി തൊഴാൻ പറ്റും. കാരണം രാവിലെ ഭയങ്കര തിരക്കായിരിക്കും അവിടെ. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക്, രാത്രി ആകുമ്പോഴത്തേക്ക് അമ്മയുടെ കയറി തൊഴുന്നെടുത്ത് അധികം തിരക്കാണ്. നമുക്ക് സമാധാനമായി അമ്മയെ ഒരുക്കിയേക്കുന്നത് കയറി കണ്ട് തൊഴുത് മനസ്സ് നിറഞ്ഞ് നമുക്ക് അന്നത്തെ ദിവസം തൊഴുത് മാറാവുന്നതാണ്. അങ്ങനെ അവിടെ തൊഴുതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് കുത്തിയോട്ട അമ്പലത്തിനുള്ളിലേക്ക് കയറി തുടങ്ങി. അങ്ങനെ പതുക്കെ ഞങ്ങൾ അവിടെ നിന്ന് കുത്തിയോട്ട വഴിപാടുകൾ ഓരോന്നായി വരുന്നത് കണ്ടു തുടങ്ങി. ആദ്യമേ അമ്മൻകുടവും, അത് കഴിഞ്ഞ് താലപ്പൊലികൾ ഓരോന്നായും വന്നു തുടങ്ങുമായിരുന്നു. വന്നു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ വളരെ വളരെ കണ്ണിനൊരു കുളിർമയോടുകൂടി നമുക്കിരുന്ന് കാണാനായിട്ട് പറ്റും അവിടെ. അപ്പോഴേക്കും തിരക്കും തള്ളും എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ സൈഡിൽ കൂടെ എങ്ങാനും നമുക്ക് അമ്മയെ കാണാനൊരു വഴി ഉണ്ടോ എന്ന് നോക്കി അതുവഴിയൊക്കെ ഞങ്ങൾ പോയി നോക്കി. പക്ഷെ അപ്പോഴവിടെ എല്ലാം കയറൊക്കെ വിരിച്ച് കെട്ടിയേക്കും. അപ്പോൾ പിന്നെ ഓക്കെ, എന്നാൽ പിന്നെ എന്ത് ചെയ്യാം, വൈകിട്ട് വന്നിട്ട് കാണാമെന്ന് തീരുമാനിച്ചു. പിന്നീട് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ തിരിച്ച് നടക്കും വഴി നമുക്ക് ഒരുപാട് കുത്തിയോട്ടങ്ങൾ വരുന്നതാണ്. അങ്ങനെ നമ്മൾ അതെല്ലാം ഓരോന്നായി കണ്ട് നടന്നു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കുത്തിയോട്ടമൊക്കെ കണ്ട് നടന്നു വന്നപ്പോൾ ഞങ്ങൾ കൊഞ്ചും മാങ്ങയും കണ്ടേക്കുന്നത്. കാരണം നമ്മുടെ ഈ ഓണാട്ടുകരയിൽ അല്ലെങ്കിൽ കുംഭഭരണി നാളിൽ ഏറ്റവും പ്രശസ്തമായെന്ന് പറഞ്ഞാൽ അവിടുത്തെ കൊഞ്ചും മാങ്ങ തന്നെയാണ്. അപ്പം അതിനുള്ള ആൾക്കാരവിടെ വിൽക്കാനായിട്ടും വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾ കാണുന്നത് കുട്ടിപ്പട്ടാളങ്ങളുടെ ഒരു ഗംഭീര തിരക്ക് തന്നെയായിരുന്നു. എല്ലാവരും ഒന്നിച്ചു ചേരുന്നൊരു ദിവസം തന്നെയാണ് കുംഭഭരണി നാളെന്ന് പറയുന്നത്. അപ്പം ചേച്ചിയുടെ വീട്ടിലാണ് ഓൾമോസ്റ്റ് ഞങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇപ്പം കുട്ടിപ്പട്ടാളങ്ങളും എല്ലാവരും ചേർന്ന് വെളിയിൽ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുക. അകത്ത് തകൃതിയായിട്ട് അവിടെ ഭക്ഷണം റെഡിയാക്കുവാണ്, വന്നിരിക്കുന്ന എല്ലാവർക്കും ആഹാരം കൊടുക്കാനായിട്ടും എല്ലാം. അതുപോലെ തന്നെ കുംഭഭരണിയിൽ മെയിനായിട്ടുള്ള കൊഞ്ചും മാങ്ങയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നതും. അങ്ങനെ ഫുഡൊക്കെ ആയി എല്ലാവരും ഓരോ സൈഡിലായിട്ടിരുന്ന് ഇങ്ങനെ കഴിച്ചു തുടങ്ങി. ഓരോരുത്തർ പറയുന്നുണ്ട്, അതെ ഞങ്ങൾക്ക് ഫസ്റ്റ് കുഞ്ചുമാങ്ങാണ്. അവിടെ നിന്ന് അമ്പാടി പറയുന്നതോ ഞാൻ വെയിറ്റ് ഇരുന്നത് എത്തി, കുഞ്ചുമാങ്ങ എത്തി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് ആഹാരമൊക്കെ കഴിച്ച് എല്ലാവരും ഒക്കെ ഒന്നിച്ചു കൂടി.
അങ്ങനെ ഫുഡടി കഴിഞ്ഞ് എല്ലാവരും ഒക്കെ ക്ഷീണിച്ച് വെച്ച് ദാണ്ട ഓരോരുത്തരും ഓരോ മൂലക്കിരിപ്പായി. ഇനി വൈകുന്നേരം നമുക്ക് എന്താ കാഴ്ചക്കണ്ടത്തിൽ ഇറക്കിക്കുന്ന തേരും കുതിരയും കാണാനായിട്ട് പോകണം. അപ്പം അതിന് വേണ്ടിയിട്ടെല്ലാം റെഡി ആവുക എടുക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് എല്ലാവരും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ദാണ്ടട 2 കുട്ടിപ്പട്ടാളങ്ങൾ 2 പേരും കൂടെ വണ്ടിയിലൊക്കെ വലിഞ്ഞു കയറി ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ ഫാദറാണ് കേട്ടോ, എൻ്റെ അച്ഛനാണ്. അപ്പം അച്ഛൻ്റെ വണ്ടിയിലാണ് 2 പേരുടെ കയറി ഇരിക്കുന്നത്. 2 പേരുടെ കളിയാണ് ഭയങ്കര. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബാലമോളും വന്നിട്ടുണ്ട്, അവളും ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് അച്ഛൻ പറയുന്നുണ്ട്, യന്ത്രമനുഷ്യത്തി വന്നോ, എന്തേ അവളെ കാണുന്നില്ലല്ലോ, പുറകെ പോയി നിൽക്കുവാണോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എല്ലാവരും കൂടെ അങ്ങനെ നല്ലൊരു കുംഭഭരണി ദിവസം അടിച്ചു പൊളിച്ച്. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് നടക്കുന്നത്, കാരണം ഇവർ ഇരട്ടക്കുട്ടികളാണ്. ഇവർ 2 പേരും ഒരുമിച്ച് നിന്ന് കളിച്ച് രസിക്കുകയാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുഞ്ഞിനിരുന്ന് പായസം കൊടുക്കുന്നുണ്ട്. അവൾക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് പായസം എന്ന് പറയുന്നത്. അമൃതവർഷനെ അങ്ങനെ അവിടെ ഇരുന്ന് പായസമൊക്കെ കുടിച്ച് കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 2 പേരും ആരും കാണാതെ വന്ന് ഒളിച്ച് നിൽക്കുക. അപ്പം ഞാൻ പുറകെ തന്നെ ഉണ്ട്, എവിടെ പോയി എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കുമോ, കാരണം അപ്പുറത്തെ കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട്, കനാലും ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഇവന്മാരുടെ പുറകെ തന്നെ ഉണ്ട്. കുഞ്ഞ് നോക്കി നിൽക്കുക എങ്ങോട്ടാണ് ചേട്ടന്മാർ 2 പേരും പോകുന്നത് എന്നൊക്കെ ഉള്ളത്. അതിൻ്റെ ഇടയ്ക്ക് അനിയൻ വന്ന് കൊഞ്ചിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ബാലമോൾ എന്താണോ കാണിക്കുന്നത് അത് തന്നെ കാണിച്ച് ഇവിടെ കറങ്ങി കളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വൈകുന്നേരമായി. ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കാഴ്ചക്കണ്ടത്തിൽ തേരും കുതിരയും എല്ലാം കൊണ്ടുവച്ചിരിക്കുന്ന കാണാനായിട്ട് ഞങ്ങൾ ഇറങ്ങി. ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം നടന്ന് നീങ്ങാനായിട്ടുള്ള ഒരു ഇത് കിട്ടും. ഈ തവണ പക്ഷെ നന്നായിട്ട് നടക്കാനൊക്കെ ഉള്ളൊരു സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം ഒന്നും നമുക്ക് പറ്റുന്നില്ലായിരുന്നില്ല. പക്ഷെ ഈ തവണ അത്യാവശ്യം നമുക്ക് സുഖമായിട്ട് നടന്ന് നീങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അടുത്തുള്ള കടകളും എല്ലാം നോക്കി നമ്മളിങ്ങനെ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് അമ്മയെ കയറി തൊഴണം, അതിന് ശേഷം വേണം നമുക്ക് അവിടേക്ക് പോയിട്ട് എല്ലാം കാണാനായിട്ടും അല്ല. അപ്പം നമ്മൾ ചെല്ലുന്ന അവിടെ തന്നെ നമ്മുടെ ഭീമനെയും ഒക്കെ കൊണ്ടുവന്ന് പാഞ്ചാലിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യമേ കയറുന്നത്. അപ്പം അതൊക്കെ എല്ലാം ഇനി കാഴ്ചക്കണ്ടത്തിലേക്ക് കൊണ്ടുപോകത്തതേ ഉള്ളൂ. നമ്മൾ അതിനു മുമ്പ് അമ്പലത്തിൽ കയറി, അല്ലെങ്കിൽ ഇത് കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് അമ്മയെ കയറി വന്ന് തൊഴുത് വന്ന് നിൽക്കണം അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട്. അപ്പം അങ്ങനെ നമ്മൾ തൊഴുതെല്ലാം കഴിഞ്ഞ് വന്ന് കാഴ്ചക്കണ്ടത്തിലെ കാഴ്ച കാണുമ്പോൾ തന്നെ എന്ത് സന്തോഷം തോന്നുന്നറിയാമോ. ഏതെല്ലാം സ്ഥലത്തു നിന്നാണ് ഈ ഒരു ദിവസം അമ്മയെ കാണാനും ഇവിടുത്തെ കാഴ്ചകൾ കാണാനും ആൾക്കാരെത്തുന്നത്. ഓണാട്ടുകരയുടെ കുലദൈവത്തെ കാണാനായിട്ട് ഏതെല്ലാം സ്ഥലത്തു നിന്ന് എത്രയധികം ആളുകളാണ്. തിരക്കെന്ന് പറഞ്ഞാലും പോരാ, നമുക്ക് ഒരാളെ മിസ്സായി കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ വരെ പാടാണ്. അവിടെ അനൗൺസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് പേരെ വലിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു, ഇനിയും ഉണ്ടായിരുന്നു കയറ്റാനായിട്ട്. നമ്മൾ ഏകദേശം ഒരു 12:30 കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും നേരം നമ്മൾ അമ്പലത്തിൽ നിന്ന് എല്ലാം കണ്ടപ്പോഴത്തേക്ക് പിന്നെ കുഞ്ഞുള്ളത് കൊണ്ട് ഞങ്ങൾ അതിനുശേഷം ഞങ്ങളിങ്ങ് തിരിച്ചു പോകുന്നു. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ